ഇനി നമുക്ക് പറയാനുള്ളത് ട്വിൻസിനെ കുറിച്ചിട്ടാണ്. ഇപ്പം എൻ്റെ വീഡിയോ കാണുന്ന എത്ര പേര് ട്വിൻസാണ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ട്വിൻസ് ഉണ്ടോ? യെസ്, ഭയങ്കര ക്യൂട്ടല്ലേ ട്വിൻസിനെ കാണുമ്പോൾ? യെസ്, ഡോണ്ട് ഹ്യൂമൻ സംടൈംസ് ഹാവ് 2 babies ഇൻ എ സിംഗിൾ ഡെലിവറി? ഈ ട്വിൻസ് എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരൊറ്റ പ്രസവത്തിൽ, ഒരൊറ്റ ഡെലിവറിയിൽ നമുക്ക് 2 കുഞ്ഞുങ്ങൾ ഒരുമിച്ച് കിട്ടുമ്പോഴാണ് നമ്മളതിനെ ട്വിൻസ് എന്ന് പറയാം. എങ്ങനെ ഈ ട്വിൻസ് ഉണ്ടാവുക? ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴേലും? അധികവും നമുക്ക് സിംഗിൾ ആണ് ഉണ്ടാവുക. ഒരു പ്രസവത്തിൽ ഒരു കുഞ്ഞല്ലേ ഉണ്ടാവുക. ഡെലിവറിയിൽ തന്നെ 1 കുഞ്ഞ്, 2 കുഞ്ഞ്, 3 കുഞ്ഞ്, 4 കുഞ്ഞ്. നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് എത്ര കുഞ്ഞുങ്ങളാണ്? മിസ്സ് 3 കുഞ്ഞുങ്ങളെ വരെ കണ്ടിട്ടുണ്ട്. 4 കുട്ടികളുടെ എന്നൊക്കെ ഇപ്പോൾ യൂട്യൂബിലെ വീഡിയോസിലൊക്കെ കാണാം. 3 പേരെ വരെ മിസ്സ് കണ്ടിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ്. എന്താ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ്? ട്വിൻസ് പലതരത്തിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ചിലപ്പോൾ ട്വിൻസ് ആവും, പക്ഷേ ഒരു കുട്ടി ബേബി ബോയ് ആണെങ്കിൽ ഒരു കുട്ടി ബേബി ഗേൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ട്വിൻസുകൾ ഉണ്ടാവും. ചിലപ്പോൾ അവർ കാണാൻ ജസ്റ്റ് ലൈക്ക് സിബ്ലിങ്സ് അത്രേ ഉണ്ടാവുള്ളൂ, ഒരേപോലെ ഒന്നും ആവില്ല. ചിലപ്പോൾ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ഗേൾ ബട്ട് ഒരേപോലെ ഒന്നുമില്ല, അതായത് സിസ്റ്റേഴ്സ് ആണെന്നേ അറിയുള്ളൂ. ചെറിയ ചെറിയ മുഖച്ചായ, പക്ഷെ ഒരേപോലെയല്ല. അങ്ങനെയുള്ളവരുണ്ട്. എന്നാൽ ഒരേപോലെയുള്ളവരുണ്ട്, അതായത് ഒരു മാറ്റം ഉണ്ടാവില്ല. നമ്മൾ ഔട്ട്സൈഡേഴ്സിന് അവരെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ ഒപ്പം പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്മേറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറേ വർഷങ്ങളായിട്ട് പരിചയം ഉണ്ടെങ്കിൽ ഓക്കെ, അല്ലാതെ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് 2 പേരും ഒരേപോലെ, വലിയ മാറ്റം, സൗണ്ടും മുഖത്തിൻ്റെ ഷേപ്പും എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യും. ഓക്കെ, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഈ ഒട്ടിയിട്ടുള്ളവരുണ്ട്, സയാമീസ് ഇരട്ടകൾ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര പെയിൻഫുള്ളാണല്ലേ അവരെ കാണുമ്പോൾ. അവർ ചിലപ്പോൾ ചില ബോഡി പാർട്സ് ഒട്ടിയിട്ടുണ്ടാവും, കാലോ തലയോ, അങ്ങനെയുള്ളവരും ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ അവരെ കുറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് കൂടുതൽ ഡീറ്റെയിൽ ഒന്നുമല്ല, ജസ്റ്റ് പരിചയപ്പെടാം. ഓക്കെ, ഐഡൻറ്റിക്കൽ ട്വിൻസ്. ഈ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്താണ്? ദ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആൻഡ് ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ഓഫ് ദി ഓഫ് സ്പ്രിങ് വിൽ ബി ദ സെയിം. ദേ വിൽ ബിലോങ് ടു ദ സെയിം സെക്സ്. അപ്പോൾ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആകുമ്പോൾ ഒരേ സെക്സ് ആയിരിക്കും, 2 ഗേൾ അല്ലെങ്കിൽ 2 ബോയ്, അങ്ങനെയായിരിക്കും കേട്ടോ. എക്സ്റ്റേണൽ അപ്പിയറൻസും ഹെറിഡിറ്ററി ട്രെയ്റ്റ്സും അവരുടെ DNA കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും. ബിഫോർ റീച്ചിങ് ദ യൂട്രസ് ദ സൈഗോട്ട് ഡിവൈഡ്സ് ഇൻ 2 ആൻഡ് സെപ്പറേറ്റ്സ്. അപ്പോൾ മിസ്സ് പറഞ്ഞിട്ടുണ്ട്, ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ എഗ്ഗും സ്പേമും കൂടി ചേർന്നിട്ട് ഒരൊറ്റ കോശം ഉണ്ടാവും, ഒരൊറ്റ സെൽ, ദാറ്റ് ഇസ് കോൾഡ് സൈഗോട്ട്. ആൻഡ് ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് 2 ആയി, 4 ആയി, 8 ആയി, അങ്ങനെയാണ് ബാക്കി ബേബി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരൊറ്റ സിംഗിൾ സെല്ലായിട്ടുള്ള സൈഗോട്ട് 2 സെല്ലായിട്ട് മാറുന്ന സമയത്ത് ഇവർ ഒട്ടിപ്പിടിക്കാതെ 2 സെപ്പറേറ്റായി മാറും. ഓക്കെ, അപ്പോൾ ഇവർ സൈഗോട്ട് ആവുന്ന സമയത്ത് സിംഗിൾ സെല്ലായപ്പോൾ ഒന്നായിരുന്നു, ആ സെല്ല് ഡിവൈഡ് ചെയ്ത സമയത്ത് ഇവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഉണ്ടാവുന്നവരാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ്. അതുകൊണ്ട് അവരുടെ DNA കാര്യങ്ങളൊക്കെ സെയിം ആവും, കാരണം സൈഗോട്ട് സെയിം ആയിരുന്നല്ലോ, പിന്നെ അല്ലേ അവർ മാറിയത്. അങ്ങനെ യൂട്രസിലെത്തുന്നതിൻ്റെ മുന്നേ അവർ ഡിവൈഡ് ചെയ്ത് പോയതാണ്. ഓക്കെ, എന്നാൽ എക്സ്റ്റേണൽ അപ്പിയറൻസ് ആൻഡ് ഹെറിഡിറ്ററി ട്രെയ്റ്റ്സ് ഓഫ് സ്പ്രിങ്സ് വിൽ നോട്ട് ബി ദ സെയിം. അവരാണ് ആര്? ഫ്രറ്റേണൽ ട്വിൻസ്. ദേ ഡു നോട്ട് നെസസറിലി ഹാവ് ടു ബി ഓഫ് ദ സെയിം ജെൻഡർ. അവർ ജെൻഡർ സെയിം ആവണമെന്നില്ല, ഗേളും ബോയ് ആവാം, ചിലപ്പോൾ 2 ഗേളും ആവാം, പക്ഷേ അവരുടെ എക്സ്റ്റേണൽ അപ്പിയറൻസും അവരുടെ DNA ഫിംഗർ പ്രിൻറ്റിലൊക്കെ ഡിഫറൻസ് ഉണ്ടാവും. 2 eggs are produced, each of them unites with a different male sperm. Yes, maybe ചിലപ്പോൾ നമുക്ക് 1, 2, 3, 4 ഓവംസ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. അപ്പോൾ നോർമലി ഒരു ഓവ ഉണ്ടാവുള്ളൂ, പക്ഷേ ചില സമയത്ത് നമുക്ക് 2 ഓവറി ഇല്ലടാ, അതിൽ 2 ഓവറിയും ചിലപ്പോൾ ഒരുമിച്ച് ഓവത്തിനെ റിലീസ് ചെയ്യും. നോർമലി മനുഷ്യന്മാരിൽ സ്ത്രീകളിൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഇപ്പോൾ ഒരു മന്തിൽ, ഇപ്പോൾ ജനുവരിയിൽ ഇപ്പോൾ ലെഫ്റ്റ് ഓവത്തിൽ നിന്നാണ് എഗ് റിലീസ് ചെയ്യുന്നത് വെച്ചാൽ അടുത്ത മാസം ഫെബ്രുവരിയിൽ അടുത്ത ഓവറിൽ നിന്ന്, അങ്ങനെയൊക്കെയാണ് ഐഡിയൽ കണ്ടീഷൻ. പക്ഷേ ചില ആളുകൾക്ക് 2 ഓവറിൽ നിന്നും ഒരേ സമയം ഓവം റിലീസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ സംഭവിക്കാം. അല്ലെങ്കിൽ ഒരു ഓവറിൽ തന്നെ 1 or 2 എഗ്ഗ് എക്സ്ട്രാ റിലീസ് ചെയ്യും, അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ ഈ മെഡിസിനൊക്കെ കഴിച്ചിട്ട് ഓവുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ മെഡിസിൻ കഴിക്കുമ്പോൾ കുറച്ചും കൂടെ ഓവം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ടൊന്നും നടക്കുന്നതല്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, നമ്മൾക്ക് അങ്ങനെ അറിയില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫ്രറ്റേണൽ ട്വിൻസ് ഉണ്ടാവാം. ദെൻ കൺജോയിൻറ്റ് ട്വിൻസ്. കൺജോയിൻറ്റ് ട്വിൻസ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇൻകംപ്ലീറ്റ് ഡിവിഷൻ ഓഫ് ദ ഓവം ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ.
ഓക്കെ, ദ സെപ്പറേറ്റഡ് സൈഗോട്ട് ഫ്യൂസ് അഗെയിൻ. ചിലപ്പോൾ ഈ സൈഗോട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഐഡൻറ്റിക്കൽ ട്വിൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞില്ലേ, ഇവരും സൈഗോട്ട് സെപ്പറേറ്റ് ആയിട്ടുണ്ടാകും. പക്ഷെ ചിലപ്പോൾ ചില സ്ഥലത്ത് വെച്ചിട്ട് ഈ സൈഗോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാതെ വരെ, അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്ത് തന്നെ ചിലപ്പോൾ വീണ്ടും ഫ്യൂസ് ചെയ്യേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമ്പോഴാണ് ഈ കൺജോയിൻറ്റ് ട്വിൻസ് ഉണ്ടാവുക. സയാമീസ് ഇരട്ടകൾ, സയാമീസ് ട്വിൻസ് എന്നൊക്കെ പറയുന്നത് ഇവർ. അപ്പോൾ ഈ ജോയിൻ ചെയ്യുന്ന ചിലപ്പോൾ തലയുടെ ഭാഗമായിട്ട് മാറാം, ചിലപ്പോൾ ഈ ഹിപ്പ്, ലെഗ്സ്, ചെസ്റ്റ്, അതൊക്കെ ഏതെങ്കിലും ഒരു ഭാഗം. കാരണം നമുക്കറിയില്ല ആ ജോയിൻ ആവുന്ന ഏത് പോർഷനാണ് ആ വളരുന്നതെന്നൊന്നും നമുക്ക് അത്ര പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്കാനിങ്ങിലൂടെയൊക്കെ മനസ്സിലാവട്ടോ. പക്ഷേ ആ ഫ്യൂസ് ചെയ്യുന്ന ആ പോയിന്റിൽ ബോഡി parts will be joined together. They will be of the same sex. The external appearance and hereditary traits of the offsprings will be the same. ഇവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് തന്നെയാണ്, പക്ഷേ ഒട്ടിപ്പിടിച്ചിട്ടുള്ള ഐഡൻറ്റിക്കൽ ട്വിൻസ്. അതാണ് ഈ സയാമീസ് ഇരട്ടകൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളത് എന്താ, isn't true that more than 2 babies are sometimes born in a single delivery? Find out the reason for it. This എന്ന് വെച്ചാൽ 2 കൂടുതൽ കുട്ടികൾ ഒരു സിംഗിൾ ഡെലിവറിയിൽ ഉണ്ടാവാൻ പറ്റുമോ? യെസ്, ഉണ്ടാവാം കേട്ടോ. 5 ഉണ്ടാവാം, 4 ഉണ്ടാവാം, 3 ഉണ്ടാവാം. ഏറ്റവും ഹയസ്റ്റ് എത്രയാണെന്ന് എൻ്റെ മക്കൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണേ. ലോകത്തെ ഏറ്റവും കൂടുതൽ ഒരൊറ്റ ടൈമിൽ എത്ര എണ്ണം കുഞ്ഞുങ്ങൾ വരെ പ്രസവിച്ചിട്ടുണ്ടെന്ന് എൻ്റെ മക്കളൊന്ന് അന്വേഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓവം ഉണ്ടാവാം, അല്ലെങ്കിൽ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 2 എണ്ണമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നത്, ചിലപ്പോൾ 2 സെപ്പറേറ്റ് ചെയ്തിട്ട് 2 വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും സെപ്പറേറ്റ് ചെയ്താണ് 4 കുഞ്ഞുങ്ങളുണ്ടാവാം. അങ്ങനെയൊക്കെ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മൾ എല്ലാം ഒരു ഇക്വേഷൻ പോലെ പോകണമെന്നില്ലല്ലോ. ചില അബ്നോർമാലിറ്റീസൊക്കെ നടക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഒരു ഫ്രറ്റേണൽ ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്, സയാമീസ് ട്വിൻസ്, ഇവരെ നമ്മളൊന്ന് ടാബുലേറ്റ് ചെയ്യാം. അത് നമുക്ക് നോക്കാം. ട്വിൻസിൻ്റെ 3 ട്വിൻസ്, ഐഡൻറ്റിക്കൽ ട്വിൻസ്, ഫ്രറ്റേണൽ ട്വിൻസ്, കൺജോയിൻഡ് ട്വിൻസ് ഓർ സയാമീസ് ട്വിൻസ്. അപ്പോൾ അവരുടെ ഫോർമേഷൻ സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് സെപ്പറേറ്റ് ബിഫോർ റീച്ചിങ് ദ യൂട്രസ്. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് ഐഡൻറ്റിക്കൽ ഉണ്ടാവുന്നത്. ഫ്രറ്റേണലാകുമ്പോൾ 2 എഗ്സ് പ്രൊഡ്യൂസ് ചെയ്തു. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ എൻ്റെ മക്കൾക്ക് ഇതൊന്ന് ടാബിലൈസ് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതി കൊടുക്കാം. ഓക്കെ, ടെക്സ്റ്റിൽ നമുക്ക് ഈ ടാബിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഗ്രോത്ത്. യു ആർ ഗ്രോയിങ്, ആറൻറ്റ് യു? വിച്ച് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആർ യു കറൻ്റ്ലി ഇൻ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് ഏജ്? അപ്പോൾ എൻ്റെ മക്കൾ, നമ്മൾ എന്ന് പറയാൻ പറ്റില്ല അല്ലേ, ഇവിടെ മിസ് എന്തായാലും നിങ്ങളെക്കാളും കുറച്ചുകൂടെ ഏജ് കൂടുതലുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ ടീൻ ഏജിലാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ 20s നിങ്ങൾ നിങ്ങളുടെ ടീൻ ഏജിലാണ്. എന്താ ഈ ടീനേജ്, കൗമാരപ്രായം, ടീനേജ്? യെസ്, 12 മുതൽ 13, 14, 15 എന്ന് പറയുന്ന ഈ 19 വരെയുള്ള ടീൻ ഏജുകളിലാണ് ഈ ടീനേജ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും സക്സസ്ഫുള്ളി ഈ ഒരു ഏജിലാണ്, ഒരു 13, 14 ഏജിലല്ലേ നിങ്ങൾ അധികം പേരും ഉണ്ടാവുക. അപ്പോൾ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് എക്സ്ട്രാ വന്ന പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും? ഇപ്പം നിങ്ങൾ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഉള്ളതിൽ നിന്നും നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ഭയങ്കര മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഞാൻ മാറിയോ? നിങ്ങൾക്ക് ഇമോഷണലി നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? എസ്പെഷ്യലി ഗേൾസിനൊക്കെ പീരിയഡ്സ് ആയ നമുക്കറിയാം, ആ ഒരു മന്തിൻ്റെ ആ ഒരു സൈക്കിൾ ഇങ്ങനെ വരുമ്പോൾ ഡേറ്റിൻ്റെ അടുത്തെത്തുമ്പോൾ നമുക്ക് ഇമോഷണലി ഭയങ്കര ചേഞ്ചസ് ഒക്കെ ഫീൽ ചെയ്യും ഇല്ലേ? ചിലവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും, ചിലവർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ചിലപ്പോൾ നമുക്ക് സംസാരിക്കാനേ തോന്നില്ല. അങ്ങനത്തെ മാറ്റങ്ങളൊക്കെ ഇല്ലേ? പിന്നെ അതേപോലെ മുന്നേ നമ്മൾ ഈ വിരുന്നൊക്കെ പോകാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നവരാണെങ്കിൽ ചിലപ്പോൾ എന്താവും, ഇപ്പോൾ മറ്റത് നമ്മളോട് ആരെങ്കിലും പോരണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിരുന്ന് പോകും. പക്ഷേ ഇപ്പോഴത്തെ നിങ്ങളുടെ സ്റ്റേജിൽ ചിലപ്പോൾ അടുത്ത ഫാമിലിക്ക് നിങ്ങൾ പോകുന്നുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളോട് വരണോ ചോദിച്ചാൽ ഇല്ല, ഞാനില്ല, അമ്മയോ അച്ഛനോ ആരെങ്കിലും വിളിക്കണേ മാക്സിമം ഒഴിവാക്കാൻ നോക്കാറുണ്ടോ? ഇല്ലെങ്കിൽ ഓക്കെ, ഉണ്ടെങ്കിലും ഓക്കെ. ഇതൊക്കെ നമ്മളുടെ ഹോർമോണൽ ചേഞ്ചസ്, നമ്മുടെ ബോഡിയിലും മെൻ്റലിയും ഒക്കെ നമുക്ക് ചേഞ്ചസ് വരുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല. ഇപ്പം നിങ്ങളുടെ ബോഡിയിൽ പുതിയതായിട്ടുള്ള കുറേ ഹോർമോൺസ് ഉണ്ടായില്ലേ? ഈവൻ ബോയ്സിലാണെങ്കിലും ഗേൾസിലാണെങ്കിലും
ഇതുവരെ നിങ്ങളുടെ ബോഡിയിലില്ലാത്ത ഒരുപാട് ഹോർമോൺസ് ഇപ്പോൾ പുതുതായുണ്ട്. അപ്പോൾ എന്തായിരിക്കും, അതെല്ലാം ഇങ്ങനെ പീക്കിൽ നിൽക്കും. അപ്പോൾ നമുക്ക് ക്യൂരിയോസിറ്റി കൂടും, ഇമോഷണലി നമ്മൾ കുറച്ചും കൂടെ ഉണ്ടാവും, വൾണറബിളാവും. പിന്നെ ഇപ്പം നിങ്ങൾ പീക്കിലാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ നോർമലാവും. അപ്പോൾ മിസ്സിൻ്റെ ഒക്കെ ഒരു 20-25 ഒക്കെ ആകുമ്പോൾ പിന്നെ അതിങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ പോയിക്കോളും. സോ ഡോണ്ട് വറി. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന പലതും പിന്നെ ഈ ഒരു ഏജ് എത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും ഒരു പ്രശ്നമില്ലാതെ മാറും. ഇനി ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു 30s കടന്നുള്ള ആളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ 20s ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 30 ഒക്കെ ആയിട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ എനിക്ക് തോന്നും, അയ്യേ ഇതെന്താ ഞാനന്ന് ഇത്രയും ചിന്തിച്ചിരുന്നതെന്ന്. അങ്ങനെയാണ് നമ്മൾ വളരുമ്പോൾ നമ്മളുടെ പല മാറ്റങ്ങളും നമ്മളുടെ ബിഹേവിയറിലായാലും നമ്മളുടെ എന്താ പറയുക, നമ്മൾ ഒരു കാര്യത്തെ നോക്കി കാണുന്നതിലൊക്കെ മാറ്റം വരും. ഓക്കെ, സോ അഡോളസെൻസ് ഏജ് എന്ന് പറയുമ്പോൾ ഒരു 10 to 90 നമ്മൾ ഈ കൗമാരപ്രായം അഡോളസെൻസിനെ കൂട്ടും. അഡോളസെൻസിനെ പറയാൻ പറ്റും. ഇതെന്ത് ഏജാണ്? ഓക്കെ, എന്തായാലും ഒരു അടിപൊളി സംഭവമാണ് ഈ ഒരു അഡോളസെൻസ് ഏജ് എന്ന് പറയുന്നത്. ഓക്കെ, അഡോളസെൻസ് ഏജിൽ എന്തെല്ലാം നടക്കും മക്കളെ? ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ, the period from childhood to full maturity, the growth of reproductive organs accelerate, the activity of the glands in the skin increases. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാവും? പിമ്പിൾസ് ഉണ്ടാവും. ഇതുവരെ നമുക്ക് കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ടാവും അല്ലേ? പിമ്പിൾസൊക്കെ കുഴപ്പമില്ല. ഇതൊക്കെ അഡോളസെൻസ് ഏജിൻ്റെ ഒരു പ്രത്യേകതയാണ്. നിങ്ങൾ ഈ ഏജിലെത്തി എന്നുള്ളതിൽ അഭിമാനിക്കുക. ഓക്കെ, സഡൻ ഇൻക്രീസ് ഇൻ ദ ഹൈറ്റ് ആൻഡ് ബോഡി വെയ്റ്റ്, ഓഫ് കോഴ്സ് ഇതുണ്ടാവും. കാരണം ഒരു 2 വർഷം മുന്നത്തെ നിങ്ങളെ പാൻസൊക്കെ ഇപ്പോട്ട് നോക്കിയാൽ ചിലപ്പോൾ ഒരു 3/4 ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ചിലപ്പോൾ വണ്ണം നിങ്ങൾ കൂടുതൽ ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവില്ല, പക്ഷേ നീളം കൂടിയിട്ടുണ്ടാവും. am I right? ഓക്കെ, അതൊക്കെ വേണം, നമ്മൾ നല്ല ഹൈറ്റും ഒക്കെ വേണം. ഓക്കെ, ദെൻ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ചേഞ്ചസ്, ഓഫ് കോഴ്സ് അതാണ് ഇപ്പോൾ മിസ് നേരത്തെ പറഞ്ഞിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഈ ഏജിൽ കാണാവുന്ന സംഭവങ്ങളാട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ വിരുന്ന് പോകാനുള്ള ഇൻട്രസ്റ്റിൽ കുറയുന്നതും, ചിലപ്പോൾ പെട്ടെന്ന് സങ്കടം വരും, ദേഷ്യം വരും, ഉപദേശം ഇഷ്ടമില്ലാതെ നിൽക്കും. ഇപ്പം തന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും? 10 സെക്കൻഡ് ഇങ്ങനെ അടിച്ചടിച്ച് വിട്ടില്ലേ? കാരണം നിങ്ങൾക്ക് ഉപദേശം കേൾക്കാൻ ഇഷ്ടമില്ല. സാരമില്ല, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, ദ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ദാറ്റ് കൺട്രോൾ ദ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് ഡ്യൂറിങ് അഡോളസൻസ് ഡെവലപ്പ് ഫാസ്റ്റർ ഇൻ ഗേൾസ്. Therefore, the growth during puberty occur faster in girls compared to boys. അപ്പോൾ ഗേൾസിൻ്റെ ഇതിൽ കുറച്ചും കൂടെ സ്പീഡപ്പ് ആവും. ഓക്കെ, ഇപ്പോൾ 9 ഏജ് മുതൽ നമ്മൾ പീരിയഡ്സ് എക്സ്പെക്റ്റ് ചെയ്യാം എന്നൊക്കെ പറയും. പെൺകുട്ടികളുടെ കേസിൽ അവർ കുറച്ചുകൂടെ നേരത്തെ പ്രായപൂർത്തിയാവും. ഓക്കെ, അത് ബോയ്സിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയും ഗേൾസിൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന രീതിയും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയുണ്ട്. നമ്മൾ ബയോളജിക്കലി മെൻ ആൻഡ് വിമൻ ആർ ഡിഫറെൻറ്റ്. സോ നമ്മളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യമാണെങ്കിലും നമ്മളുടെ ബോഡി ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലൊക്കെ ആ ഡിഫറൻസ് അവിടെ ഷോ ചെയ്യും. ഓക്കെ, ദെൻ വാട്ട് ഈസ് പ്യൂബർട്ടി? അപ്പോൾ കൗമാരവും പ്രായപൂർത്തിയാവുന്നതും പ്യൂബർട്ടി. These are the physical changes that occurs during adolescence as a part of becoming capable of reproduction. അപ്പോൾ പ്രായപൂർത്തി എന്നുള്ളതുകൊണ്ട് കൗമാരത്തിൽ തന്നെ നമ്മൾ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ബോയ്സിനാണെങ്കിൽ ഇജാക്കുലേഷൻ നടക്കുക, ഗേൾസിലാവുമ്പോൾ പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് റീപ്രൊഡക്റ്റീഷൻ്റെ കേസിൽ നമ്മൾ കേപ്പബിൾ ആണ് എന്നുള്ളത് തെളിയുമ്പോഴാണ് പ്യൂബർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്യൂബർട്ടി എന്താണ്? These are the physical changes that occur during adolescence as a part of become capable of reproduction. Okay, ഇനി ഹെൽത്ത് പ്രോബ്ലംസ് ഡ്യൂറിങ് അഡോളസെൻസിലെ ഹെൽത്ത് പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഡ്യൂറിങ് അഡോളസെൻസ് ദ പ്രൊഡക്ഷൻ ഓഫ് സെക്സ് ഹോർമോൺ ലൈക്ക് androgen increases. As a result, the sebaceous gland in the skin produce more of an oily substance called sebum. Acne occurs when dead cell and sebum accumulate in the skin. This is a natural process. അപ്പോൾ നിങ്ങൾക്ക് പിമ്പിൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ പോയിട്ട് കുറേ എന്താ കാണുക, ഇപ്പോഴത്തെ അഡ്വർടൈസ്മെൻറ്റിലൊന്നും കാണുന്ന ക്രീം വാരി തേക്കല്ല വേണ്ടത്. വെയിറ്റ് ചെയ്യുക, ട്രസ്റ്റ് ദ പ്രോസസ്സ്. അത് നിങ്ങളുടെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇനി നിങ്ങൾക്ക് തീരെ വയ്യ, പിമ്പിൾ കൊണ്ട് കണ്ണാടി പോലും നോക്കാനുള്ള ഒരു കോൺഫിഡൻസ് വരുന്നില്ല, അങ്ങനെ ഭയങ്കരമായിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കാണുക. ഓക്കെ, ത്വക്ക് രോഗ വിദഗ്ധ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറില്ലേ, ഡെർമറ്റോളജിസ്റ്റ്, അവരെ പോയിട്ട് കാണാം. എന്നിട്ട് അവർ സജസ്റ്റ് ചെയ്തത് മാത്രം തേക്കുക. നിങ്ങൾ കുറേ ആഡിൽ കാണും, കുറേ TV കാണും, യൂട്യൂബിൽ കാണും, ഇതൊന്നും കണ്ടിട്ട് നിങ്ങൾ തേക്കാൻ പോകരുത്. അല്ലെങ്കിൽ പിന്നെ നാച്ചുറൽ റെമഡീസൊക്കെ ഇല്ലേ,
ഇപ്പോൾ അലോവെറ ജെല്ലൊക്കെ, അതൊക്കെ കുറച്ചും കൂടെ റെഡ്നെസ് കുറക്കാനും അതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെ തന്നെ ഓരോ സ്കിന്നിനും ഓരോ പോലെ ആവട്ടോ. അതിൽ കൂടുതൽ കമൻറ്റ് ചെയ്യാൻ ഞാൻ ആരുമല്ല. ബട്ട് എനിക്കാകെ പറയാനൊന്നേ ഉള്ളൂ, ഇത് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ നിങ്ങളുടെ ബോഡിയിൽ പല മാറ്റങ്ങളും വരുന്നതിൻ്റെ ഒരു അടയാളം മാത്രമാണ് ആ ആക്നെ. അത് വിചാരിച്ചിട്ട് നിങ്ങൾ അതിൽ ഓവറായിട്ട് കൺസേൺ ചെയ്യരുത്. Mistaking appearance as the measure of personality and overusing beauty products or following unscientific exercise routine can lead to several health issues. Reducing food intakes excessively to lose weight can result in eating disorders such as anorexia, where a person develops an aversion to food. Again, ഇപ്പോൾ 0 ഫിഗർ അല്ലെങ്കിൽ 0 സൈസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക. അതായത് വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ നോർമലി അവർ വെയിറ്റ് ഉണ്ടാവും, അതായത് ബോഡി അത്യാവശ്യം ചബ്ബി ആയിരിക്കും എന്ന് വിചാരിച്ചോ. അവർ ചിലപ്പോൾ പട്ടിണി കിടന്നുകൊണ്ട് അവരുടെ ന്യൂട്രിയൻസിൻ്റെ അളവ് കുറയാന്നല്ലാതെ ചിലപ്പോൾ അവർ തടി മെലിഞ്ഞോളണം എന്നില്ല. നമുക്ക് ആരോഗ്യമുണ്ടോ? നമ്മൾ പ്രോപ്പറായിട്ട് നമുക്ക് ആരോഗ്യത്തോടെ പോകാൻ പറ്റുന്നുണ്ടോ? അതുതന്നെയാണ് നമ്മളുടെ ഹെൽത്ത്. അല്ലാതെ കണ്ണിന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ 0 സൈസ് ആവാൻ അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് തീരെ കഴിക്കാതിരിക്കുക. ഇപ്പോൾ ഓയിലി ഒക്കെ കഴിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ തടിക്കുമോ അങ്ങനെ ഒക്കെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഫുഡ് ഇൻടേക്ക് വളരെ കുറക്കുക. അപ്പോൾ നമ്മൾ മലയാളികളാണല്ലോ, നമുക്ക് ചോറ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ചോറൊന്നും കഴിക്കാതെ, ചോറ് ഒരുപാട് കഴിക്കണം എന്നല്ല, പക്ഷേ അളവ് എങ്കിലും നിങ്ങൾ കഴിക്കുക. പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുക. അത് ചിലപ്പോൾ തടി കുറക്കുന്നതിലുപരി നിങ്ങൾ സ്കൂളിൽ പോകാൻ ടൈം വൈകുന്നതോ ഒക്കെ ആയിരിക്കും, പക്ഷേ അതൊന്നും ചെയ്യാൻ പാടില്ല. ഫുഡ് കഴിക്കുക. ഡയറ്റിൻ്റെ പേരിൽ പട്ടിണി കിടക്കുക എന്നുള്ളൊരു പരിപാടിയെ നിർത്തുക. ഡയറ്റ് ചെയ്യണോ? ഇപ്പം നിങ്ങൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഇൻടേക്ക് കുറക്കണമെങ്കിൽ നിങ്ങളവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ആഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അത് ഭയങ്കര പ്രശ്നമാവും. ഫുഡ് അവേഷൻ, അനറക്സിയ എന്ന് പറയുന്ന രോഗങ്ങളുണ്ടാവും. അതായത് നമുക്ക് കഴിക്കാനേ പറ്റില്ല. കുറേ കാലം നമ്മൾ കഴിക്കാതിരുന്നാൽ നമ്മളുടെ പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും ആമാശയം ചുരുങ്ങുമെന്ന് പറയും. അതേപോലെ നമുക്ക് പിന്നെ തീരെ ഫുഡ് വേണ്ടാതാവും നമ്മളുടെ ബോഡിയിൽ. കുറച്ച് എക്സ്ട്രാ കഴിച്ചാൽ നമ്മൾ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ വൊമിറ്റ് ചെയ്യുന്നത് നല്ലതാണോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും കുറച്ച് ഫുഡ് കഴിച്ചാൽ പോരെ. നോ, കുറച്ച് ഫുഡ് കഴിച്ചാൽ പോരാ. നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ നമ്മളുടെ ബോഡിക്ക് കിട്ടുന്ന വേണം. നമ്മൾ കഴിച്ചിട്ട് തന്നെ കിട്ടേണ്ട ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് നമ്മളുടെ ബോഡിയിൽ. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ ഫുഡ് കഴിക്കണം. സോ യു ഷുഡ് ഈറ്റ് ഫുഡ് പ്രോപ്പർലി. ഓക്കെ, ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്തിനാണ്? ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബോധോദയം വരാൻ വേണ്ടിയിട്ടാണ്. ഇതുവരെ ഇപ്പോൾ ഇന്ന് ഈ മിസ്സിൻ്റെ ക്ലാസ് കേൾക്കുക അല്ലെങ്കിൽ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക ചെയ്യുന്നത്, ഇന്ന് വരെ നിങ്ങൾ എന്തോ ചെയ്തോ പോട്ടെ. ഇന്ന് മുതൽ നിങ്ങൾ തെറ്റായ മാർഗ്ഗമാണ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു മനോഭാവമെങ്കിലും എൻ്റെ മക്കൾ കാണിക്കണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡോപ്റ്റ് എ ഡയറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ദ റൈറ്റ് ന്യൂട്രിയൻസ് നീഡഡ് ഫോർ ദാറ്റ് റാപ്പിഡ് ഗ്രോത്ത് ഡ്യൂറിങ് അഡോളസൻസ്. ഓഫ് കോഴ്സ് വളർച്ചയുടെ ഏറ്റവും വലിയ ഘട്ടമാണ്. നിങ്ങൾക്ക് നല്ല ഹൈറ്റ് വേണ്ടേ, നല്ല ആരോഗ്യം വേണ്ടേ? അപ്പോൾ ഇപ്പം കഴിക്കണം. ഇപ്പം കഴിച്ചാൽ ഹൈറ്റ് കുറേയൊക്കെ ജനറ്റിക്കാട്ടോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. ഹൈറ്റ് കുറവും കൂടുതലും ഒന്നുമല്ല. ബട്ട് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള വളർച്ച എത്രയാണോ അത് കിട്ടണമെങ്കിൽ ഇപ്പം നിങ്ങൾ കഴിക്കണം. ഇപ്പം കഴിച്ചാലേ ഒരു 30s നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. Okay, both overnutrition and lack of essential nutrients can negatively affect the body. We must stay alert and avoid bad influences like harmful friendship, smoking, alcohol, drug use, sexual abuse, and temptations. New media can help in learning and gaining knowledge in various fields, but it is essential to use them wisely, recognizing both their benefits and risks. Spending too much time in front of screens can cause many physical and mental health problems. Adolescence is also a time full of opportunities. Participation in various school clubs helps in personality development and nurturing a spirit of service. Good friendship are vital for our mental well-being and growth. We are not alone. We have the support of our parents, teachers, friends, and relatives who stand by us and share our hopes. Let's not forget that. അതോടെ നമ്മളുടെ ഈ ചാപ്റ്റർ തീരാണ്. ഹൗ ബ്യൂട്ടിഫുൾ! എത്ര ഭംഗിയായിട്ടാണ് നമ്മളുടെ ടെക്സ്റ്റിൽ അത് എഴുതി വെച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ എന്താണ്, ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട് ഇപ്പം നമ്മളുടെ ചുറ്റും. ഓക്കെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. നമുക്കറിയാം സോഷ്യൽ മീഡിയ എത്രത്തോളം ബാഡായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും, ഗുഡായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും. അത് ഉപയോഗിക്കുന്ന ആളുടെ കയ്യിലാണ് അത് ബാഡാണോ ഗുഡാണോ എന്നുള്ളത്. ഒരു കത്തി എടുത്ത് നമുക്ക് കുത്താനും പറ്റും, കത്തി എടുത്തിട്ട് നമുക്ക്
ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ടേസ്റ്റ് ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനും പറ്റും. അങ്ങനെ കത്തി കൊണ്ട് ഒരുപാട് ഉപയോഗമുണ്ട്. പക്ഷേ കത്തി കൊണ്ട് ഒരുപാട് ദോഷമുണ്ട്. യെസ്, അപ്പോൾ ആ ഉപയോഗിക്കുന്ന ആളെ കയ്യിലല്ലേ ഞാൻ ഇതെടുത്തിട്ട് കുത്തണോ അതോ ഇതെടുത്തിട്ട് അരിയണോ, കട്ട് ചെയ്യണോ, ചോപ്പ് ചെയ്യണോ എന്നുള്ളത് ഉപയോഗിക്കുന്ന ആളെ കയ്യിലാണ്. അതേപോലെ തന്നെയാണ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഫോൺ ഓർ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ആണെങ്കിലും നമ്മളത് വൈസായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പ്, ഗുഡ് ഫ്രണ്ട്ഷിപ്പ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ബാഡ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ എക്സൈറ്റ്മെൻറ്റിൻ്റെ കാലമാണ്, ക്യൂരിയോസിറ്റിൻ്റെ കാലമാണ്. നമുക്ക് എപ്പോഴും അതുണ്ടാവും, അതൊന്ന് നോക്കിയാലോ, അല്ലെങ്കിൽ ആദ്യത്തെ പ്രാവശ്യമല്ലേ അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡ്രഗ് യൂസ് ചെയ്യാൻ നോക്കും, ആൽക്കഹോൾ കൺസ്യൂം ചെയ്യാൻ നോക്കും. ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലാണ് എല്ലാം കിടക്കുന്നത്. അത് നമ്മളെടുത്താൽ പിന്നെ നമ്മൾ അതിന് യൂസ്ഡ് ടു ആവും. അപ്പോൾ നോ പറയേണ്ട അടുത്ത് നോ പറയുക തന്നെ വേണം. ഈവൻ ഇഫ് ഇറ്റ് ഇസ് സെക്ഷൽ അബ്യൂസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതികരിക്കണം. അതേപോലെ ഇനിയിപ്പോൾ എത്ര ഫ്രണ്ട്സ് ആണെങ്കിലും ആൽക്കഹോൾ ഒരു സിപ്പ് എടുത്തറ എന്ന് പറഞ്ഞത് ഈ ഒരു ഏജിൽ നിങ്ങൾക്ക് ആൽക്കഹോൾ ഒരിക്കലും ആവശ്യമുള്ള കാര്യമല്ല. ഡ്രഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സ്മോക്കിംഗ് ഒക്കെ, ഒരു പഫല്ലേടാ നീ ഒരു പഫ് എടുത്ത് നോക്ക് എന്ന് പറയും. പക്ഷേ ആ ഒരു പഫിലാണ് പിന്നെ നിങ്ങളുടെ ലൈഫ് മാറി മറിയുക. ഇപ്പം നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാലമാണ്. അപ്പം നിങ്ങളുടെ പാഷൻ തിരിച്ചറിയുക, ഗ്രോത്ത് ഉണ്ടാക്കുക, ലൈഫ് ബിൽഡ് ചെയ്യുക. നിങ്ങളുടെ മുന്നോട്ടുള്ള ഇപ്പോൾ നിങ്ങളൊരു 70 വയസ്സ് വരെ ജീവിച്ചാൽ ഇപ്പം നിങ്ങൾ ആകെ 12-13 വയസ്സുള്ളതാണ്. ഇപ്പോഴത്തെ നിങ്ങളുടെ പല ഡിസിഷൻസും 70 വരെ നിങ്ങൾക്ക് മനസ്സമാധാനം തരും ചെയ്യും, മനസ്സമാധാനം കെടുത്താനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക നിങ്ങളുടെ ലൈഫ് എങ്ങനെ വേണമെന്ന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചുറ്റും ഞങ്ങളെല്ലാവരും ഉണ്ട്. ടീച്ചേഴ്സ് ഉണ്ട്, പാരൻസ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്. ഇപ്പോൾ ഓൺലൈനൊക്കെ വന്നതുകൊണ്ടല്ലേ എൻ്റെ സൗണ്ട് ഇപ്പോൾ എത്ര പേര് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഞാൻ, ബാക്കി ഏതോ ഒരു കോണിലിരിക്കുന്ന എൻ്റെ മക്കൾ, നിങ്ങളെല്ലാവരും എൻ്റെ സൗണ്ട് കേൾക്കുന്നു, എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നു. ഇതൊക്കെ ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ കണക്ട് ചെയ്യാനും ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, ഡൗട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ട്, എനിക്കത് ക്ലിയർ ചെയ്ത് തരാൻ പറ്റുന്നുണ്ട്. ഇതും ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. ഇതിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വഴി തെറ്റാനും ചാൻസ് ഉണ്ട്. അതിപ്പോൾ എക്കാലത്താണെങ്കിലും വഴി തെറ്റാൻ നിന്നാൽ അതിനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഉണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ മെൻ്റലി വെൽബീയിങ് ആയിട്ട് നിൽക്കുക, നല്ല മനുഷ്യനാവാൻ നോക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് 8th സ്റ്റാൻഡേർഡിലെ ബയോളജി 6 ചാപ്റ്റേഴ്സ് ഇവിടെ തീരുകയാണ്. Hope you all understood. If you have any doubt, just comment below, and thank you all. Thank you.